മെയിനായിട്ട് ന്യൂസിനെക്കുറിച്ച് പറയുമ്പോൾ എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ്. അപ്പോൾ സ്പേസ് എക്സിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു നമ്മുടെ ഇവിടെ സൈൻ ചെയ്യുന്ന ഡീൽ, നമ്മളെ ഇന്ത്യയായിട്ട് സൈൻ ചെയ്യുന്ന ഡീൽ എയർടെൽ വന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കേസ്. എയർടെൽ അപ്പോൾ എയർടെൽ ഈ രീതിയിൽ ഒരു ഡീല് എലോൺ മസ്കുമായിട്ട് എടുത്തോടുകൂടി തന്നെ എയർടെൽ എന്നൊരു ഷെയർസിനൊരു മൂവ്മെൻറ്റ് നിങ്ങൾ മനസ്സിലാക്കുക, അപ് ട്രെൻഡ്. അത് മാത്രമേ പറയാമെന്ന്. രണ്ട്, ഇതിൻ്റെ നെഗറ്റീവ് ട്രെൻഡ് ജിയോയ്ക്കും ഇത് നെഗറ്റീവാണ്. കാരണം ഇത്രയും വലിയൊരു കമ്പനി ആയിട്ടാണ് ടൈപ്പ് എയർടെൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എയർടെൽ എന്നുള്ള ഷെയറിനെ ശ്രദ്ധിക്കാം എന്നുള്ളത് മാത്രമല്ല, ഈ നമ്മുടെ നാട്ടിൽ ടെലികമ്മ്യൂണിക്കേഷനിൽ ഒരു യുദ്ധത്തിനുള്ള ചാൻസസ് വീണ്ടും കൂടി വരികയാണെന്നും പറയാം. എന്തായാലും അതൊരു ജിയോയെ സംബന്ധിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ന്യൂസായിപ്പോയി. എല്ലാവർക്കും അറിയാവുന്നതാണ് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാം അറിയാം. ഷെയർ താഴ്ത്തേക്ക് പോകുന്നതിനുള്ള കാരണം എല്ലാവർക്കും അറിയാം. അവരുടെ ബുക്ക് അക്കൗണ്ട്സിലെ ഇഷ്യൂസുകളൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. വിഷയം അടുത്തതെന്ന് പറയുന്നത്, ഇതിൽ വരുന്ന ഈ ഡെബിറ്റുകൾ, ഇതിൽ വന്നുണ്ടായിരിക്കുന്ന നെഗറ്റീവ്സ് ഫിഗറുകൾ 1500 തൊട്ട് 2000 കോടിയുള്ള നെഗറ്റീവ്സുകൾ അല്ലെങ്കിൽ നെഗറ്റീവ് എമൗണ്ടുകൾ അത് സെറ്റിൽ ചെയ്യുന്ന സമയം, ആ സെറ്റിൽ ചിലപ്പോൾ അടുത്ത ക്വാർട്ടർ റിസൾട്ട് ആവാം, അടുത്ത 4th ക്വാർട്ടർ ആവാം, അല്ലെങ്കിൽ നെക്സ്റ്റ് റിസൾട്ട് കണ്ടറിൽ ഇത് വയ്ക്കുകയാണെങ്കിൽ ഈ കൗണ്ടറിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ റിസൾട്ട് മുഴുവൻ മോശമാവുന്നതുകൊണ്ട് നെഗറ്റീവ് ട്രെൻഡ് വരും. അതുകൊണ്ട് ഈ കൗണ്ടറിൽ ഒരു ബൈ വരാനുള്ള സാധ്യത വളരെ അങ്ങോട്ട് കുറഞ്ഞു പോയി എന്നുള്ളത് പറയാം. ഇതിപ്പോൾ ഷോർട്ട് കൂടി വരാനേ സാധ്യതയുള്ളൂ. ചെറിയ റിക്കവറി വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ പുതിയ RBI ഗവർണർ വന്നതിന് ശേഷം ആക്റ്റീവായിട്ടുള്ള ഇഷ്യൂസുകൾ പല ബാങ്കിനും ഇനി വരാനുള്ള സാധ്യതയും കൂടി ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ കഴിഞ്ഞാൽ അടുത്ത ഏത് ബാങ്കിനാണോ ഇങ്ങനത്തെ ഇഷ്യൂസുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ കേസിൽ ഇത് ഇന്നലെ തുടങ്ങിയ ചെക്കിംഗ് അല്ല, 2024 ഏപ്രിൽ പറഞ്ഞ കാര്യമാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കേസ് ഇത് മ്യൂച്വൽ ഫണ്ട് കമ്പനി മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഓൾമോസ്റ്റ് എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനിയും ഇത് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ കഴിവും വളരെ മോശമായിപ്പോയി എന്ന് തന്നെ പറയാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ FISന് ഒരു 40% ഏകദേശം 40% പൊസിഷൻ ഹോൾഡിങ്സ് ഉണ്ടായ അവിടെ നിന്ന് ഏകദേശം ഒരു 22% ഒരു കൊല്ലം കൊണ്ട് കുറച്ചു. ആ സമയം നമ്മുടെ മ്യൂച്വൽ ഫണ്ട് കമ്പനി എന്ന് പറഞ്ഞാൽ അത് റീറ്റെയിൽ ക്ലയൻ്റ് ആണല്ലോ. റീറ്റെയിൽ ക്ലയൻ്റിൻ്റെ പൈസയൊക്കെ കൃത്യമായിട്ട് 40% എത്തി. അതാണ് നമ്മുടെ ഭയങ്കര ആർത്തുല്ലസിച്ച് പറയുന്ന മ്യൂച്വൽ ഫണ്ട് മാനേജർമാർ ക്രൈറ്റീരിയ. എന്തായാലും FISകാർ എന്തായാലും അത് കുറയ്ക്കുകയാണ് ചെയ്തത്. അവർ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ അവരുടെ പെർസെൻറ്റേജ് കുറയ്ക്കുകയാണ് ഉണ്ടായത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ FISൻ്റെ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടോ എന്ന് അന്വേഷിക്കേണ്ട കാര്യങ്ങൾ എടുത്തിരിക്കുന്നു. RBI ഗവർണർ ഓഡിറ്റിംഗ് ടീമിനെ, എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് ടീമിനെ നിയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ചെക്കിങ് കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഔട്ട്പുട്ട് വരുന്നത് തന്നെ. അത് ചിലപ്പോൾ ലേറ്റ് ആവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇത്രയും വലിയ നിഫ്റ്റി സ്റ്റോക്സിൽ ഇങ്ങനെ സംഭവിച്ചത് RBIക്കെതിരെ ശക്തമായ ഒരു അറിയിപ്പുമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ RBI എല്ലാ ഫിനാൻഷ്യൽ സ്റ്റോക്സിലും ആക്റ്റീവായി ചെക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. RBI കോൺസെൻട്രേറ്റ് ചെയ്ത മറ്റു സെക്ഷനാണ് ഗോൾഡ് ലോൺ. അപ്പോൾ ഗോൾഡ് ലോണിൽ കണ്ടമാനം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ അതിൽ കള്ളത്തരം നടക്കുന്നുള്ള ഒരു മൂവ്മെൻറ്റുകൾ വരുന്നുണ്ട്. RBI ചെക്കിങ്ങിന് ഒരുങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഗോൾഡ് ലോൺ കൊടുക്കുന്ന കമ്പനികളെ ഒന്ന് ശ്രദ്ധിക്കുന്ന, വളരെയധികം ഹൈയിൽ നിൽക്കുന്ന കൗണ്ടറുകളുണ്ട്. ഗോൾഡ് ലോൺ കമ്പനികളെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇവരൊക്കെ ഇല്ലീഗലായിട്ടുള്ള ലോണുകളാണ് കൊടുത്തതെങ്കിൽ അതിൻ്റെ മുകളിൽ ഇഷ്യൂസ് ആ കമ്പനികൾക്ക് NBFCകൾക്ക് വരാം. ന്യൂസിൽ പിന്നെ ഒന്ന് പറയാവുന്നതാണ്, L&T ഫിനാൻസ് ഗോൾഡ് ലോൺ ബിസിനസ്സിലേക്ക് വരാൻ പോവുകയാണ്. അത് L&T ഫിനാൻസിലേക്ക് ഫിനാൻസിന് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതിന് കാരണമായിരിക്കും. അപ്പോൾ L&T ഫിനാൻസ് ഗോൾഡ് ലോൺ സെക്ഷനിലേക്ക് എൻട്രി ചെയ്യുന്നു. അമേരിക്കൻ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തത് നെഗറ്റീവ് ആണെങ്കിലും ഇന്ന് കാലത്ത് തന്നെ അമേരിക്കൻ മാർക്കറ്റ് ഫ്യൂച്ചർ പ്ലസ് ആയിട്ട് നിൽക്കണമെന്ന് പറയാം. അത് നിഫ്റ്റിയും ഒരു 25 പോയിൻറ്റ് പ്ലസ് ആയിട്ടും കാണാവുന്നതാണ്. അതുപോലെ അമേരിക്കൻ മാർക്കറ്റ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു പ്ലസ് ഓർ മൈനസ് സിസ്റ്റത്തിലാണ് പോകുന്നത്. ന്യൂട്രലായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ. സെയിം ഡേയിൽ ഏർലി മോർണിംഗിൽ ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. Thank you.